കുടി നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേയൊരു യോഗ്യത. ഇതാണ് മൂന്നാം പാരമ്പര്യം. ഈ പാരമ്പര്യം അർത്ഥസമ്പൂർണ്ണമാണ്. എന്തെന്നാൽ എല്ലാ കടുത്ത മദ്യപാനികളോടും സത്യത്തിൽ പറയുന്നു, നിങ്ങൾ എയിലൊരു അംഗമാണ്. അപ്രകാരം നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇതിനുള്ളിലാണെന്ന് നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം. ആർക്കും നിങ്ങളെ പുറത്തു നിർത്താൻ കഴിയുകയില്ല. നിങ്ങൾ ആര് തന്നെയായാലും, നിങ്ങൾ എത്ര തന്നെ അധപതിച്ചു പോയിരുന്നാലും, നിങ്ങളുടെ വൈകാരിക സങ്കീർണതകൾ, നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ പോലും എത്ര തന്നെ ഗുരുതരമായിരുന്നാലും എയിൽ നിന്ന് നിങ്ങളെ നിഷേധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പുറത്തു നിർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. നിങ്ങൾ എത്ര തന്നെ അക്രമാസക്തനോ വക്രതയുള്ളവനോ ആയിരുന്നാലും നിങ്ങൾ ഞങ്ങളെ അപായപ്പെടുത്തുമെന്ന് അല്പം പോലും ഞങ്ങൾ ഭയക്കുന്നില്ല. സുബോധത്തിനായി ഞങ്ങൾക്കുണ്ടായിരുന്നത് പോലത്തെ മഹത്തായ ഒരു അവസരം നിങ്ങൾക്കും ഉണ്ടാക്കുന്നത് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ എയിലെ ഒരംഗമാണ്. അംഗത്വത്തിൻ്റെ ഈ തത്വം സ്ഥാപിക്കുന്നതിന് വർഷങ്ങളോളമുള്ള ദുരിതപൂർണമായ അനുഭവം വേണ്ടി വന്നു. നമ്മുടെ ആദ്യകാലത്ത് എയുടെ ഒരു ഗ്രൂപ്പിനെ പോലെ എളുപ്പം തകർക്കാൻ കഴിയുന്ന ദുർബലമായ മറ്റൊന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നില്ല. ഞങ്ങൾ സമീപിച്ച ഒരു മദ്യപാനിയും ഞങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. ഇനി ഞങ്ങളോടൊപ്പം ചേർന്നവരിൽ ഭൂരിഭാഗം പേരും കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന മെഴുകുതിരി നാളങ്ങളായിരുന്നു. വീണ്ടും വീണ്ടും അവരുടെ ആടി ഉലയുന്ന നാളങ്ങൾ കെട്ടുപോവുകയും വീണ്ടും കത്തിക്കുവാൻ കഴിയാതാവുകയും ചെയ്തു. അടുത്തത് നമ്മളൊരാളായിരിക്കും എന്നതായിരുന്നു സ്ഥായിയായ ചിന്ത. ആ നാളുകളെക്കുറിച്ച് സുവ്യക്തമായ ഒരു ചിത്രം ഒരംഗം നൽകുന്നു. ഒരു കാലത്ത് അയാൾ പറയുന്നു, എയുടെ എല്ലാ ഗ്രൂപ്പിലും നിരവധി അംഗത്വ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വഞ്ചി മറച്ചിടുമെന്നും നമ്മെ വീണ്ടും മദ്യത്തിലേക്ക് തള്ളുമെന്നും എല്ലാവരും വളരെയധികം ഭയന്നു. സംരക്ഷണം നൽകുന്ന നിയന്ത്രണങ്ങളുള്ള പട്ടിക അയച്ചു തരണമെന്ന് ഓരോ ഗ്രൂപ്പിനോടും നമ്മുടെ കേന്ദ്ര ഓഫീസ് ആവശ്യപ്പെട്ടു. മുഴുവൻ പട്ടികയ്ക്കൊരു മൈൽ നീളമുണ്ടായിരുന്നു. അത്തരം നിയമങ്ങൾ എല്ലായിടത്തും നിലവിലുണ്ടായിരുന്നെങ്കിൽ ആർക്കും തന്നെ എയിൽ ചേരാനോ കഴിയുമായിരുന്നില്ല. അത്രയേറെ ഉണ്ടായിരുന്നു നമ്മുടെ ഉത്കണ്ഠയും ഭയവും. എയിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കാതെ ശുദ്ധ മദ്യപാനികളെന്ന് ഞങ്ങൾ സങ്കല്പിച്ച കൂട്ടത്തിൽപ്പെട്ട ആളുകളെ മാത്രം പ്രവേശിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയുള്ളവർക്ക് അനിയന്ത്രിതമായ മദ്യപാനവും അതിനോട് ചേർന്ന ദുരന്ത ഫലങ്ങളുമല്ലാതെ മറ്റൊരു കുഴപ്പങ്ങളും ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ഭിക്ഷക്കാർ, തെണ്ടികൾ, ഭ്രാന്താലയത്തിലെ അന്തേവാസികൾ, തടവുകാർ, സ്വവർഗാനുരാഗികൾ, വെറും ഭ്രാന്തന്മാർ, ആഭിസാരികമാർ തുടങ്ങിയവരെ ഞങ്ങൾ തീർച്ചയായും പുറത്തു നിർത്തി. അതെ സർ, ശുദ്ധരായ ആദരണീയരായ മദ്യപാനികളെ മാത്രമാണ് നമ്മൾ സേവിക്കുന്നത്. മറ്റുള്ളവർ തീർച്ചയായും നമ്മെ നശിപ്പിക്കും. മാത്രമല്ല, അത്തരം വിചിത്രരായ ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാന്യരായ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്തു പറയും? എയ്ക്ക് ചുറ്റും നമ്മൾ മികച്ച കമ്പിവല കൊണ്ടൊരു വേലി തീർത്തു. ഒരു പക്ഷേ ഇതിപ്പോൾ തമാശയായി തോന്നിയേക്കാം. ഞങ്ങൾ പഴമക്കാർ തികച്ചും അസഹിഷ്ണുതയുള്ളവരാണെന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷേ തമാശ നിറഞ്ഞതായി അതിലൊന്നുമില്ലെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നമ്മൾ ദുഃഖിതരായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതങ്ങളും ഭവനങ്ങളും ഭീഷണിപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നി. അത് തീർച്ചയായും ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സഹിഷ്ണുത ഇല്ലാത്തവരാണെന്നല്ലേ? എന്നാൽ ഞങ്ങൾ ഭയചകിതരായിരുന്നു. സ്വാഭാവികമായും ഭയക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്തു എന്ന് മാത്രം. എല്ലാറ്റിനുമുപരി അസഹിഷ്ണുതയുടെ യഥാർത്ഥ അടിസ്ഥാന ഭയമല്ലേ? അതെ, ഞങ്ങൾ സഹിഷ്ണുതയില്ലാത്തവരായിരുന്നു. ആ ഭയങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായി തെളിയിക്കുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിഞ്ഞു? ചിലപ്പോഴൊക്കെ ഭയചകിതരായ ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന വിചിത്ര സ്വഭാവക്കാരായ ഇത്തരം ആയിരക്കണക്കിന് ആൾക്കാർ അത്ഭുതകരമായി മോചനം നേടുമെന്നും നമ്മുടെ ഏറ്റവും വലിയ പ്രവർത്തകരും അടുത്ത സുഹൃത്തുക്കളുമായി മാറുമെന്നും നമുക്കെങ്ങനെ അറിയാൻ കഴിയും? ശരാശരിയേക്കാൾ വളരെ താഴ്ന്ന ഒരു വിവാഹ മോചന നിരക്ക് ഏകൾക്കുണ്ടായിരുന്നത് അന്ന് വിശ്വസനീയമായിരുന്നു. കുഴപ്പക്കാരായ ആൾക്കാർ ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഭാവിയിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകരാകുമെന്ന് മുൻകൂട്ടി കാണുവാൻ അപ്പോൾ നമ്മൾക്ക് കഴിയുമായിരുന്നു. കുഴപ്പക്കാരായിരുന്ന ആൾക്കാർ ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഭാവിയിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകരായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ അപ്പോൾ നമുക്ക് കഴിയുമായിരുന്നു. സങ്കല്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സ്വഭാവക്കാരും അടങ്ങുന്ന വർഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും എല്ലാ അതിർത്തിയെയും മറിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തെ സങ്കല്പിക്കുവാൻ അന്ന് ആർക്കെങ്കിലും കഴിയുമായിരുന്നോ? എന്തുകൊണ്ട് ഏകൾ ഒടുവിൽ അതിൻ്റെ അംഗത്വ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു? ഓരോ നവാഗതനും താനൊരു മദ്യപാനിയാണോ എന്ന് തീരുമാനിക്കാനും ഞങ്ങളുടെ അംഗമാകാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ വിട്ടുകൊടുത്തത് എന്തിനായിരുന്നു? എല്ലായിടത്തുമുള്ള സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രീതികൾക്ക് വിപരീതമായി
എയിലെ ഒരംഗത്തെയും നമ്മൾ ഒരിക്കലും ശിക്ഷിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്നും എന്തെങ്കിലും നൽകുന്നതിനോ എന്തെങ്കിലും വിശ്വസിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരിക്കുന്നതിനോ ഒരിക്കൽ നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ലെന്നും പറയാൻ നമ്മൾ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നു? ഇതിനുള്ള ഉത്തരം മൂന്നാം പാരമ്പര്യത്തിൽ കണ്ടതുപോലെ ലാളിത്യം തന്നെയായിരുന്നു. രക്ഷപ്പെടാനുള്ള ഒരു മദ്യപാനിയുടെ മുഴുവൻ സാധ്യതയും എടുത്തു കളയുന്നത് ചിലപ്പോൾ അവന് മരണശിക്ഷ വിധിക്കുന്നതിന് തുല്യമാവുകയും അല്ലെങ്കിൽ മിക്കപ്പോഴും അന്തമില്ലാത്ത ദുരിതത്തിലേക്ക് അവനെ തള്ളിവിടുകയോ ആണെന്ന് അവസാനം അനുഭവം നമ്മെ പഠിപ്പിച്ചു. തൻ്റെ തന്നെ രോഗിയായ സഹോദരൻ്റെ ന്യായാധിപനാകാനും ന്യായാധിപ സമിതിയിൽ അംഗമാകാനും പിന്നെ അവൻ്റെ ആരാച്ചാരാകാനും ആര് ധൈര്യപ്പെടും? തൻ്റെ തന്നെ രോഗിയായ സഹോദരൻ്റെ ന്യായാധിപനാകാനും ന്യായാധിപ സമിതിയിലെ അംഗമാകാനും പിന്നെ ആരാച്ചാരാകാനും ആര് ധൈര്യപ്പെടും? ഒന്നിനു പുറകെ ഒന്നായി ഗ്രൂപ്പിൽ ഇത്തരം സാധ്യതകൾ കണ്ടപ്പോൾ അവർ അവസാനം എല്ലാ അംഗത്വ നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചു. ഇത് നമ്മുടെ സർവ്വദേശീയമായ പാരമ്പര്യമാകുന്നതുവരെ ഒന്നിനു പുറകെ ഒന്നായുള്ള നാടകീയ അനുഭവങ്ങൾ ഈ ഉറച്ച തീരുമാനത്തെ ദൃഢപ്പെടുത്തി. ഇതാ താഴെ പറയുന്ന 2 ഉദാഹരണങ്ങൾ. എയുടെ കലണ്ടറിൽ അത് 2-ാം വർഷമായിരുന്നു. പക്ഷേ മദ്യപാനികളുടെ പേരില്ലാത്ത പാടുപെടുന്ന 2 ഗ്രൂപ്പുകൾ വെളിച്ചത്തിലേക്ക് തങ്ങളുടെ മുഖങ്ങൾ ഉയർത്തിപ്പിടിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതല്ലാതെ ആ സമയത്ത് അതൊന്നും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. ഈ ഗ്രൂപ്പുകളിലൊന്നാൽ ഒരു നവാഗതൻ പ്രത്യക്ഷപ്പെട്ടു. കതകിൽ മുട്ടി അകത്തേക്ക് കയറുവാൻ അനുവാദം ചോദിച്ചു. ആ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം ചെന്ന അംഗമായി അയാൾ തുറന്നു സംസാരിച്ചു. തൻ്റേത് ഒരാശയറ്റ അവസ്ഥയാണെന്നും എല്ലാത്തിനുപരിയായി ഞാൻ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും വൈകാതെ തന്നെ അയാൾ വ്യക്തമാക്കി. പക്ഷേ അയാൾ ചോദിച്ചു, നിങ്ങളുടെ സംഘത്തിൽ ചേരാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? ഞാൻ മദ്യപാനത്തേക്കാൾ വളരെ ഹീനമായ മറ്റൊരു അടിമത്തത്തിൻ്റെ ഇര ആയതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതോ നിങ്ങൾ തയ്യാറാണോ? ആശയക്കുഴപ്പമുണ്ടായി. ഗ്രൂപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും മുതിർന്ന അംഗം മറ്റ് 2 പേരെ കൂടി വിളിപ്പിക്കുകയും ഈ സ്ഫോടനാത്മകമായ വസ്തുതകൾ രഹസ്യമായി അവരോട് പറയുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ശരി, ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? നമ്മൾ ഇയാളെ പറഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഇയാൾ ഉടനെ മരിക്കും. നമ്മൾ അയാളെ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്തായിരിക്കണം ഉത്തരം? അതെയെന്നോ അല്ലെന്നോ? ആദ്യം മുതിർന്നവർക്ക് എതിർപ്പുകളിലേക്ക് മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. അവർ പറഞ്ഞു, നമ്മൾ മദ്യപാനികളെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ധാരാളം ആൾക്കാരുടെ രക്ഷയ്ക്കായി ഒരാളെ നമ്മൾ ബലിയർപ്പിക്കേണ്ടതില്ലേ? നവാഗതൻ്റെ വിധി തുലാസിലാടിയപ്പോൾ ചർച്ച ഇപ്രകാരം പുരോഗമിച്ചു. എന്നിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ ആ 3 പേരിൽ ഒരാൾ സംസാരിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കുന്നത്, അയാൾ പറഞ്ഞു തുടങ്ങി, നമ്മളുടെ പൊതുവെയുള്ള മതിപ്പിനെയാണ്. അപരിചിതനായ ഈ മദ്യപാനി കൊണ്ടുവന്നേക്കാവുന്ന കുഴപ്പത്തേക്കാൾ കൂടുതലായി ആൾക്കാരെന്ത് പറയും എന്നതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലും ഭയക്കുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 5 ചെറിയ വാക്കുകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്തോ ഒന്ന് എന്നോട് അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ കാര്യത്തിൽ ഈശ്വരൻ എന്തു ചെയ്യും? വേറൊരു വാക്കും ആരും പറഞ്ഞില്ല. വേറെ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഈ കാര്യത്തിൽ ഈശ്വരൻ എന്തു ചെയ്യും? വേറൊരു വാക്കും ആരും പറഞ്ഞില്ല. വേറെ എന്താണ് കൂടുതൽ പറയാനുള്ളത്? അമിതാഹ്ലാദത്തോടെ നവാഗതനും 12-ാം പടി പ്രവർത്തനത്തിലേക്ക് ആണ്ടുപോയി. അല്പം പോലും ക്ഷീണിക്കാതെ ധാരാളം ആൾക്കാരുടെ മുന്നിൽ അയാൾ ഏഴ് സന്ദേശം എത്തിച്ചു. ഇത് വളരെ ആദ്യത്തെ ഗ്രൂപ്പായിരുന്നതിനാൽ ആ ചെറിയ സംഖ്യകൾ പെരുകുകയും ആയിരങ്ങളായി മാറുകയും ചെയ്തു. തൻ്റെ ഇതര ബുദ്ധിമുട്ട് കൊണ്ട് അയാൾ ആരെയും ഒരിക്കലും കുഴപ്പത്തിൽ എത്തിച്ചില്ല. 3-ാം പാരമ്പര്യത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യ ചുവട് എയെ എടുത്തു കഴിഞ്ഞു. ഇരട്ട ആസക്തിയും അതിൻ്റെ അപമാനങ്ങളുമുള്ള ആ മനുഷ്യൻ പ്രവേശനത്തിനായി കതകിൽ മുട്ടി. അധികം കഴിയുന്നതിന് മുമ്പ് എയുടെ 2-ാം സംഘം തൻ്റെ അംഗത്വത്തിലേക്ക് ഒരു വിൽപ്പനക്കാരനെ സ്വീകരിച്ചു. നമുക്ക് അയാളെ എയ്ഡ് എന്ന് വിളിക്കാം. ഇയാൾ മറ്റേതൊരു വിൽപ്പനക്കാരനെയും പോലെ സ്ഥിരോത്സാഹിയും അമിതമായ ആത്മവിശ്വാസമുള്ളവനുമായിരുന്നു. എയെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒരു നിമിഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാശയം വെച്ചെങ്കിലും അയാൾക്കുണ്ടായിരുന്നു. വാഹനങ്ങളുടെ പോളിഷ് വിറ്റിരുന്ന അതേ ജ്വലിക്കുന്ന ഉത്സാഹത്തോടെ ഇത്തരം ആശയങ്ങളെ തൻ്റെ അംഗങ്ങൾക്ക് അയാൾ വിറ്റു. പക്ഷെ അങ്ങനെ വിറ്റുപോകാത്തൊരാശയം അയാൾക്കുണ്ടായിരുന്നു. എയുടെ ഒരു നാസ്തികനായിരുന്നു. എയ്ക്ക് അതിൻ്റെ ദൈവമെന്ന അബദ്ധം കൂടാതെ മെച്ചപ്പെടാൻ കഴിയുമെന്നായിരുന്നു അയാളുടെ പ്രിയപ്പെട്ട ഒരാശയം. അയാൾ എല്ലാവരെയും സൂക്ഷ്മമായി ശാസിച്ചു. അയാൾ ഉടൻ തന്നെ മദ്യപിച്ചു തുടങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം ആ സമയത്ത് നിങ്ങൾക്കറിയാമോ, എ ഭക്തിയുടെ മാർഗത്തിലായിരുന്നു. ദൈവനിഷേധത്തിന് വളരെ കനത്ത പിഴവുണ്ടായിരിക്കുമെന്ന് ചിന്തിക്കപ്പെട്ടിരുന്നു. മറ്റുള്ളവരെ വേണ്ടത്ര അലസോരപ്പെടുത്തിക്കൊണ്ട് എയുടെ സുബോധവാനായി തുടർന്നു. വളരെ കാലം കഴിഞ്ഞ് അയാൾ ഒരു യോഗത്തിൽ സംസാരിക്കാനുള്ള സന്ദർഭം വന്നെത്തി. നമ്മൾ വിറച്ചിരുന്നു. കാരണം എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മുടെ സംഘടനയ്ക്ക് വളരെ മികച്ച ഒരു ആദരവ് അയാൾ അർപ്പിച്ചു. അങ്ങനെയാണ് തൻ്റെ കുടുംബം വീണ്ടും ഐക്യപ്പെട്ടതെന്ന് അയാൾ പറഞ്ഞു. സത്യസന്ധത എന്ന ഗുണത്തെ അയാൾ വാനോളം പുകഴ്ത്തി. 12-ാം പടി പ്രവർത്തനത്തിൻ്റെ സന്തോഷങ്ങൾ അയാൾ ഓർമ്മിപ്പിച്ചു.
എന്നിട്ട് അയാൾ ശബ്ദം താഴ്ത്തി ഏഡ് വിളിച്ചു പറഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ദുർബലരായ ആൾക്കാർക്ക് വേണ്ടിയുള്ള മണ്ടത്തരമാണത്. ഈ ഗ്രൂപ്പിന് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യമില്ല. അത് തുലയട്ടെ. കോപകുലമായ നീരസത്തിൻ്റെ ഒരു വലിയ തിരമാല മീറ്റിങ്ങിനെ വലയം ചെയ്തു. ഒരൊറ്റ തീരുമാനത്തിലേക്ക് എല്ലാ അംഗങ്ങളെയും അത് തള്ളിക്കൊണ്ടുപോയി. അയാളെ പുറന്തള്ളൂ. മുതിർന്നവ ഏഴിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. അവർ വളരെ ദൃഢമായി പറഞ്ഞു, ഇവിടെ ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകിൽ അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോവുകയോ വേണം. അവജ്ഞയോടെ ഏഴ് തിരിച്ചടിച്ചു. ഇപ്പോൾ പറ, അത് അങ്ങനെ തന്നെയാണോ? പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു അലമാരയിൽ നിന്നും അയാൾ ഒരു കടലാസ് കെട്ട് പുറത്തെടുത്തു. അവയുടെ മുകളിൽ അപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിന്റെ മുഖവുര കിടപ്പുണ്ടായിരുന്നു. അയാൾ ഉറക്കെ വായിച്ചു. ഏഴിലെ അംഗത്വത്തിന് വേണ്ടിയുള്ള ഒരേ ഒരു നിബന്ധന മദ്യപാനം നടത്താനുമുള്ള ആഗ്രഹമാണ്. രൂക്ഷമായി ഏഴ് തുടർന്നു. നിങ്ങളൊക്കെ ഇരുന്ന് ആ വാക്യം എഴുതിയപ്പോൾ നിങ്ങൾ അത് അർത്ഥവത്താക്കിയോ അതോ ഇല്ലയോ? ഞെട്ടിത്തിരിച്ച മുതിർന്നവർ പരസ്പരം നോക്കി. കാരണം അയാൾ തങ്ങളെ മരവിപ്പിച്ചുവെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഏഴ് അംഗമായി തുടർന്നു. ഏഴ് തുടരുക മാത്രമല്ല, അയാൾ സുബോധവാനായും തുടർന്നു. ഒന്നിനു പുറകെ ഒന്നായി മാസങ്ങളോളം മദ്യത്തിൽ നിന്ന് കൂടുതൽ കാലം അയാൾ അകന്നു നിന്നപ്പോൾ ദൈവത്തിനെതിരെ കൂടുതൽ ഉറക്കെ അയാൾ സംസാരിച്ചു. ഗ്രൂപ്പിന് അഗാധമായ മനോവേദന തോന്നുകയും എല്ലാം സഹോദരിപരമായ ദൈവമായപ്പോഴും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ദൈവമേ, എപ്പോൾ അങ്ങൾ പരസ്പരം വരണ്ടോ അവർ വീണ്ടും മദ്യപിക്കും, അവൻ വീണ്ടും മദ്യപിക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഏടന് വിൽപ്പന സംബന്ധിച്ച് ജോലി കിട്ടി. അതിൻ്റെ ഭാഗമായി അയാൾക്ക് പട്ടണം വിട്ട് പുറത്തു പോകേണ്ടി വന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വന്നു. പണത്തിന് വേണ്ടി അയാൾ ഒരു കമ്പി അയച്ചിരിക്കുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് അയാൾ ഫോണിൽ ബന്ധപ്പെട്ടു. ആ കാലത്ത് 12-ാം പടി പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകുമായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്തതാണെങ്കിൽ പോലും. പക്ഷേ ഈ തവണ ആരും തന്നെ അനങ്ങിയില്ല. അവൻ ഒറ്റയ്ക്ക് വിടും. ഒരു പ്രാവശ്യം അവൻ സ്വയം പരിശ്രമിക്കട്ടെ. ഒരു പക്ഷേ അവനൊരു പാഠം പഠിച്ചേക്കാം. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് എയുടെ ഒരു അംഗത്തിൻ്റെ വീട്ടിൽ ഏഴ് രാത്രി കിടക്കുകയും കുടുംബക്കാരറിയാതെ ഉറങ്ങാൻ പോവുകയും ചെയ്തു. നേരം വെളുത്തു. വീട്ടുടമസ്ഥനും മറ്റൊരു സുഹൃത്തും രാവിലത്തെ കാപ്പി കുടിക്കുകയായിരുന്നു. ഏണിപ്പടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അവരെ അമ്പരിപ്പിച്ചുകൊണ്ട് ഏഴ് പ്രത്യക്ഷപ്പെട്ട ഒരു കുസൃതിച്ചിരിയോടെ അയാൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രഭാത ധ്യാനം കഴിച്ചോ? അയാൾ തികച്ചും താല്പര്യത്തോടെയാണ് പറഞ്ഞതെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. അല്പാൽപമായി അയാളുടെ കഥ പുറത്തു വന്നു. തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തിൽ ചെലവ് കുറഞ്ഞൊരു ഹോട്ടലിൽ ഏട് തങ്ങി. സഹായത്തിനുള്ള വേണ്ടിയുള്ള തൻ്റെ അപേക്ഷകളെല്ലാം നിരുപാധികം നിരസിക്കപ്പെട്ടതിന് ശേഷം അയാളുടെ തളർന്ന മനസ്സിൽ ഈ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. അവരെന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ തന്നെ ആൾക്കാരാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു. ഇനിയൊന്നും ബാക്കിയില്ല. ഇതാണ് അന്ത്യം. അയാൾ കിടക്കയിൽ തിരികെയും മടങ്ങുകയും ചെയ്തപ്പോൾ അയാളുടെ കൈ സമീപത്തിരുന്ന ചെറിയ അലമാരയുടെ മുകളിലിരുന്ന പുസ്തകത്തിൽ സ്പർശിച്ചു. അയാൾ അത് തുടർന്ന് വായിച്ചു. ഗിദിയോൻ എന്ന സംഘടന മുറിയിൽ വെച്ചിരുന്ന ബൈബിളായിരുന്നു അത്. ആ ഹോട്ടൽ മുറിയിൽ താൻ കണ്ടതും അനുഭവിച്ചതും പിന്നെ ഒരിക്കലും ഏഡ് മറച്ചു വെച്ചില്ല. 1938 അത്. അതിനുശേഷം അയാൾ മദ്യപിച്ചിട്ടേയില്ല. ഇപ്പോൾ ഏഡിനെ പരിചയമുള്ള പഴമക്കാർ ഒത്തുകൂടുമ്പോൾ അത്ഭുതം കൂടും. ദൈവനിഷേധത്തിൻ്റെ പേരിൽ ഏഡിനെ പുറത്താക്കുന്നതിൽ നമ്മൾ വിജയിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? അയാൾക്കും അയാൾ പിൽക്കാലത്ത് സഹായിച്ച മറ്റുള്ളവർക്കും എന്ത് സംഭവിക്കുമായിരുന്നു? കൂട്ടായ്മയിലാണെന്ന് ഒരു മദ്യപാനി പറയുമ്പോൾ മുതൽ അയാൾ ഒരു അംഗമായി തീരുന്നുവെന്ന്. അങ്ങനെ ആദ്യകാലത്ത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്ക് അടയാളം കാണിച്ചു തന്നു.